കുറേ നാളായി കുറേ നാളായി ഹോം ടൂർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്നാണ് നടന്നത്. ഇതാണ് അപ്പം നമ്മുടെ വീട്. ഇപ്പം റൂമും പോട്ടെ, നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ കയറുന്നു. ഇവിടെ മൊത്തം തറ കെട്ടിയിട്ടേക്കുവാണ്, ബാക്കി പണി കഴിഞ്ഞിട്ടില്ല അവർ. പിന്നെ നമ്മുടെ ചിയാമോളാണ് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി വരുന്നത്, നമ്മുടെ സ്വന്തം ചിയാമോള്. അങ്ങനെ ആദ്യത്തെ റൂമിലേക്കാണ് ഫസ്റ്റ് കയറുന്നത്. റൂമിൽ കയറിക്കഴിഞ്ഞാൽ ഒരു കട്ടിലുണ്ട്, ഇനാങ്കോട്ടുണ്ട്, അലമാരയുണ്ട്, മുകളിൽ കുറച്ച് കളിപ്പാട്ടമുണ്ട്. ഇത് ഞാൻ തന്നെയാണ്. പിന്നെ ഇവിടെ ഇരുന്നാണ് മച്ചാന്മാരെയും മച്ചാത്തികളെയും നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നോക്കിയാൽ ഇതാണ് നമ്മുടെ സ്വന്തം ഫ്രീക്കൻ കർത്താവാണ് നമ്മുടെ സ്വന്തം കർത്താവും. പിന്നെ ഇത് ഇരിക്കാൻ വേണ്ടിയുള്ള ഇരിപ്പിടം, ഇത് ഞാൻ കാണിച്ചല്ലോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ പോയി അടുത്ത റൂമിലേക്ക് കയറാം. ഇതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ റൂം. അപ്പുറത്തെ റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഇവിടെ പപ്പായൊക്കെയാണ് കിടക്കുന്നത്. ഇതിവിടെ എന്നാന്ന് ചോദിച്ചാൽ, ഇത് കുറച്ച് ബെയറിങ്ങിനുള്ള സാധനങ്ങൾ, ചെരുപ്പ് കൊണ്ട്. പിന്നെ അപ്പുറത്ത് കുറച്ച് തുണി വാരി കൂട്ടിയിട്ടുണ്ട്. ഇതെൻ്റെ ഹെൽമെറ്റ്, ഇത് മിക്കിയുടെ പെങ്ങൾ. പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെയും ഞാൻ തന്നെ. പിന്നെ ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ്, മച്ചാന്മാരെ മച്ചാത്തികളെ. ഇതൊരു സേഫ്റ്റി ബെൽറ്റ്, ഇത് നിങ്ങൾക്കറിയാമായിരിക്കും. പിന്നെ കയറ്. പിന്നെ ഈ സാധനം നിങ്ങൾക്കറിയാമോ? ഇതാണ് സ്പൈക്ക്, വുഡ് പീക്കറിൻ്റെ സ്പൈക്ക്. ഇത് തെങ്ങ് കയറണം മെഷീൻ, അത് കിണർ തേക്കാനുള്ള കൊട്ടയും പട്ടയൊക്കെ. ഇത് മരങ്ങൾ തൂക്കി ഇറക്കാനുള്ള ടയറാണ്. പിന്നുള്ളത് ഇവിടുന്ന് ഒരു മെഷീൻ വാളുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം മെഷീൻ വാൾ. വേറെ എന്നതാ ഉള്ളത്? ഇവിടെ എൻ്റെ തെങ്ങ് കയറാൻ ഉപയോഗിക്കുന്ന വെട്ടുകത്തിയുണ്ട് ഗൈസ്. പിന്നെ ഇവിടുന്ന് നേരെ ഇതാണ് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി അരിയിടുന്ന അരിപ്പാട്ട. പിന്നെ എൻ്റെ ചെറിയ ചെറിയ പരിപാടികൾക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പവർ ടൂൾസ് അല്ല കേട്ടോ, സാധാ കുറേ ടൂൾസുകൾ. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ അടുക്കള കണ്ടാരും ഞെട്ടരുത്. പുകഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ അടുപ്പ്. മിക്കവാറും ഈ വീടിന് തീ പിടിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ അടുക്കളയും പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ലച്ചുവിൻ്റെ ഓരോ കലാപരിപാടികളാണ്. ഇന്ന് വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞത് കാരണം അടുക്കി മറക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് വാഷിംഗ് മെഷീൻ എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ, ചുമ്മാതെയാണ്, വർക്ക് ചെയ്തില്ല. പിന്നെ അവിടെ ഒരു കട്ടിൽ കിടപ്പുണ്ട്, ഇവിടെ കുറച്ച് പാത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ ഡോറില്ല ബാത്റൂം. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ ബാത്റൂം? കാണിക്കത്തില്ല, കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കട്ട് ചെയ്തു പോകും. പിന്നെ നമ്മൾ ഇറങ്ങുകയാണ് പുറത്തേക്ക്. പുറകു ഭാഗമാണ്, ഇവിടെ മൊത്തം വെള്ളമാണ്. ഇവിടെ വെള്ളം കെട്ടിക്കിടക്കണ്ടെന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇൻ്റർലോക്ക്. അത് നമ്മുടെ ഈ ഹൗസ് ഓണറുടെ വീട്ടിൽ വിളിച്ചപ്പോഴെങ്ങാണ്ട് അവർ കൊണ്ടിട്ട ഇൻ്റർലോക്കാണ്. അപ്പം അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അങ്ങോട്ട് നിരത്തി കിട്ടും. പിന്നെ വേറെ എന്നാന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കിണർ. നമ്മുടെ സ്വന്തം കിണറ്റിൽ മൊത്തം കച്ചറയാണ്, വാരി കൂട്ടി ഇട്ടേക്കുക. പിള്ളേരത് എല്ലാം വാരി ഇടും. പിന്നെ ഇവിടെ ഒരു പാത്രം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ നടക്കാൻ വേണ്ടി ഒരു ഇൻ്റർലോക്ക് വാരി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരും വിചാരിക്കരുത് ഇത് നമ്മുടെ സ്വന്തം സ്ഥലമാണെന്ന്. ഈ വീട്ടുകാരറിഞ്ഞാൽ എന്നെ അടിച്ച് ഉറക്കിക്കളയും. ഇത് ഞങ്ങൾ റെൻറ്റിനാണ്, ഇതിൻ്റെ ഓണർ വേറെ ആളാണ്. പിന്നെ ഇപ്പം കണ്ട ട്രാക്ടർ പോലത്തെ വണ്ടി, അതൊന്നും എൻ്റെ അല്ല ഗീസ്, അത് നമ്മുടെ തുമ്പിച്ചേട്ടായുടെയാണ്.
ആ അപ്പുറത്തൊരാളിരിക്കുന്നുണ്ട്, നമ്മുടെ സ്വന്തം തങ്കമ്മ ചേച്ചി. ഇതൊക്കെ നമ്മുടെ അയലോക്കമാണ്. അതാണ്ട് അപ്പുറത്ത് നിന്ന് വെച്ച് സാബുച്ചേട്ടൻ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് ഗൈസ്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ വണ്ടി. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഗൈസ്. സാബുച്ചേട്ടൻ എന്നാ സാബുച്ചേട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്നെ സാബുച്ചേട്ടനെ കാണാൻ കിട്ടുന്നില്ല. നെറ്റ് കെട്ടിയത് കാരണം സാബുച്ചേട്ടനെ കാണാൻ കിട്ടുന്നില്ല. തങ്കമ്മ ചേച്ചീനെ എല്ലാവരും കണ്ടില്ലേ? പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്. പിന്നെ വേറെ എന്നാ തേങ്ങാക്കൊലിയാണ് ആവും. ഇങ്ങനെയൊക്കെ ഉള്ളു. ഇവിടെ നിന്ന് തങ്കമ്മ ചേച്ചി പിന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്കമ്മ ചേച്ചി, എനിക്ക് ഹോം ടൂർ കൃത്യമായി ചെയ്യാനൊന്നും അറിയില്ല. എനിക്കറിയാവുന്ന രീതിയിലുള്ള ഹോം ടൂറാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറുന്നു. തിരിച്ച് കയറുകയാണ്. എൻ്റെ ബാത്റൂം ഇനി ഞാൻ കാണിക്കുന്നില്ല. പിന്നെയും വന്ന് ഇവിടെ എന്തൊക്കെയുണ്ട്? ലച്ച് വന്നിട്ട് ഒളിഞ്ഞു നോക്കി ഓടിപ്പോയി. ഇത് നമ്മുടെ സ്വിച്ച് ബോർഡ്. അവിടെ ഏതാണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിലോ എന്തോ എഴുതിയായിരുന്നു, ഞാൻ തന്നെ എഴുതിയത്, എനിക്ക് തന്നെ മനസ്സിലാകത്തില്ല. ഇതാണ്. പിന്നുള്ളത് ഈ കാണുന്നതാണ് നമ്മുടെ കറണ്ട് സപ്ലൈ ചെയ്യുന്ന തേങ്ങാക്കൊല. പിന്നെ വേറെ ഒന്നുമില്ല. വേറെ ഒന്നുമില്ലെന്ന് തോന്നുന്നു. വേറെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലേ. ഇവിടെ നമ്മൾ ഇറങ്ങിയാൽ പിന്നെ ഉള്ളത് നമ്മുടെ പറമ്പൊന്ന് കാണിച്ചേക്കാം. പറമ്പ് മൊത്തം പള്ളയാണ് ഗൈസ്. മൊത്തം കാട് പിടിച്ചു. അവിടെ മൊത്തം പള്ളയാണ്. മൊത്തത്തിൽ പള്ള പിടിച്ച്. പിന്നെ ഈ നിൽക്കുന്ന തെങ്ങയിലൊക്കെ ഞാനാണ് വണിഞ്ഞു കയറുന്നത്. തേങ്ങ ഇടുന്നതും ഞാൻ തന്നെയാണ്. ഇത് നമ്മുടെ മിറ്റമാണ് ഗൈസ്. മിറ്റം കണ്ടായിരുന്നല്ലോ, ആദ്യം തന്നെ കാണിച്ചായിരുന്നല്ലോ ഞാൻ എല്ലാത്തിനും. ഇതൊരു തേക്ക് നിപ്പുണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. വേറെ എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്? ട്രാക്ടർ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, തുമ്പിച്ചേട്ടൻ്റെ, നമ്മുടെ സ്വന്തം തുമ്പിച്ചേട്ടൻ. ഇവിടെ അടുത്ത് തന്നെ ഉള്ളൊരു തുമ്പിച്ചേട്ടൻ്റെ വണ്ടിയാണത്. പിന്നുള്ളത് എന്നതാ? അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.